മലയാള സംഗീത ലോകത്ത് പുതുതലമുറയുടെ ഹൃദയതാളം തൊട്ടറിഞ്ഞ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ. പലവട്ടം കാത്തുനിന്ന കോളേജിൻ മൈതാനത്തിലൂടെ ജിമിക്കയും കമ്മലിട്ട് വന്ന് മുത്തിച്ചിപ്പി പോലൊരു മാണിക്യമലർ സമ്മാനിച്ച മലയാളത്തിന്റെ സ്വന്തം സംഗീത സംവിധായകൻ. 2008 കേരളക്കരയിൽ തരംഗമായ കോഫി അറ്റ് MG റോഡ് എന്ന ആൽബത്തിലൂടെ സംഗീത സംവിധായകൻ എന്ന നിലയിൽ അറിയപ്പെട്ടു തുടങ്ങി. കുറച്ചുനാൾക്കകം തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഈ പട്ടണത്തിൽ ഭൂതം എന്ന ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധായകനായി മലയാള സിനിമയിലേക്ക് സ്വപ്നതുല്യമായ അരങ്ങേറ്റം നടത്തി. തലശ്ശേരി കതിരൂർ കോലോത്ത് തറവാട്ടിലെ അബ്ദുൾ റഹ്മാന്റെയും തയ്യിൽ ലൈല റഹ്മാന്റെയും മൂത്തപുത്രനായ ഷാൻ ബാല്യത്തിൽ തന്നെ കടൽ കടന്ന് UAE റാസൽ ഖൈമയിൽ എത്തി തന്റെ സ്കൂൾ ജീവിതം തുടങ്ങി. സംഗീത പാരമ്പര്യം ഒന്നും തന്നെ അവകാശപ്പെടാനില്ലാത്ത കുടുംബത്തിൽ നിന്നും ഷാൻ വ്യത്യസ്തനായിരുന്നു. സ്വപ്രയത്നവും സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ആഗ്രഹവും അദ്ദേഹത്തെ സംഗീത ലോകത്തേക്ക് എത്തിച്ചു. മലയാള സിനിമാ സംഗീത ലോകത്തെ ഏറ്റവും ഹൃദ്യമായ സൗഹൃദങ്ങളിൽ ഒന്നാണ് ഷാൻ വിനീത് ശ്രീനിവാസൻ. ഈ കൂട്ടുകെട്ടിൽ പിറന്നതെല്ലാം ഒന്നിനൊന്ന് മികച്ചവയായിരുന്നു. സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ മലർവാടി ആർട്സ് ക്ലബ്ബും മലയാളിയെ പ്രണയലോകത്തെത്തിച്ച തട്ടത്തിൻ മറയത്തും വടക്കൻ സെൽഫിയും ജേക്കബിന്റെ സ്വർഗരാജ്യവും കൂടാതെ ഷാൻ സംഗീതത്തിൽ മലയാളിക്ക് ലഭിച്ചത് ഓം ശാന്തി ഓശാനിയും ആടും ഗോതയും അരവിന്ദന്റെ അതിഥികളും ലവ് ആക്ഷൻ ഡ്രാമയും മിന്നൽ മുരളിയും അടക്കം ഒട്ടനവധി ചലച്ചിത്രങ്ങൾ. ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനമായ മലയാളികളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി പുറത്തിറങ്ങിയ മനോഹരമായ ഗാനത്തിന്റെ സംഗീത സംവിധാനത്തിനപ്പുറം അതിന്റെ സംവിധാനവും ഷാൻ റഹ്മാൻ തന്നെ. പുതുതലമുറയുടെ പ്രതിഭകൾക്ക് പ്രചോദനമാകുന്ന അമൃത TV സൂപ്പർ സ്റ്റാറിന്റെ പ്രധാന വിധികർത്താക്കളിൽ ഒരാളും ഷാൻ തന്നെ.